പ്രാണനായി ഭാഗം 10. കാർത്തിയുടെ കണ്ണുകൾ തലകുനിച്ചു നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിലേക്ക് വീണു. തന്റെ നെഞ്ചൊപ്പം മാത്രമുള്ള ആ പെണ്ണിനെ അവൻ നോക്കി. ഉലയുന്ന അവളുടെ ശരീരത്തിൽ നിന്നും അവൾ കരയുകയാണ് എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. താൻ കെട്ടിയ താലിയിൽ അമർത്തിപ്പിടിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവന് മറ്റു പല വികാരങ്ങളും ഭാവങ്ങളും നിറഞ്ഞു. എന്നാൽ അതിൽ മുൻപന്തിയിൽ നിന്നത് അവളോടുള്ള സഹതാപം മാത്രമായിരുന്നു. താഴ്ന്നിരുന്ന അവന്റെ കൈകൾ അവളിലേക്ക് ഉയർന്നതും ശ്രീ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒപ്പം കയ്യിൽ തടഞ്ഞിരുന്ന താലി കൂടുതൽ തന്നിലേക്ക് അമർത്തി. നിസ്സഹായതയോടെയും ദയനീയതയോടെയും അവൾ അവനെ തന്റെ കണ്ണുകൾ ഉയർത്തി നോക്കി. ആദ്യമായാണ് താൻ ഇവളുടെ മുഖം ഇത്ര അടുത്ത് കാണുന്നത് എന്ന് തോന്നി അവന്. അവളുടെ നന്നേ വെളുത്ത മുഖം ചുവന്നു തുടുത്തിരുന്നു. വിടർന്ന താമരമുട്ട് പോലുള്ള കണ്ണുകൾ കലങ്ങി അതിൽ ചുവപ്പ് പടർന്നിരിക്കുന്നു. കണ്ണുകളിൽ ദയനീയതയും നിസ്സഹായതയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും കാർത്തിയിൽ വല്ലാത്തൊരു അമർഷം നിറഞ്ഞു. ഒന്നും ചെയ്യല്ലേ, എന്റെ താലി പൊട്ടിക്കല്ലേ, ഞാൻ പൊക്കോളാം ഇവിടുന്ന്. ഒന്നിനും അവകാശമോ ഒന്നും ചോദിച്ച് ഞാൻ ആരുടെ അടുത്ത് വരില്ല. ഇത് എന്റെ കഴുത്തിൽ കിടന്നോട്ടെ, വേറൊന്നും വേണ്ട എനിക്ക്. ഞാൻ ഒന്നിനും വരില്ല, സത്യമായിട്ട് ഞാൻ ഒന്നിനും വരില്ല. താൻ കെട്ടിയ താലിക്ക് വേണ്ടി തനിക്ക് മുന്നിൽ കൈകൂപ്പി ഏങ്ങലോടെ ഓരോ വാക്കുകളും എണ്ണിപ്പെറുക്കി പറയുന്ന അവളെ സഹതാപത്തോടെയും ഉള്ളിൽ എരിയുന്ന കുറ്റബോധത്തോടെയും നോക്കി നിന്നുപോയി കാർത്തി. ആ വീട്ടിൽ ശങ്കരനാരായണനും വൈദേഹിയും നേത്രയും ഒഴികെ എല്ലാവരും ദയനീയതയോടെ പറയുന്ന ആ പെണ്ണിനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിൽ അത്ര നിസ്സഹായത നിറഞ്ഞാണ് അവൾ നിൽക്കുന്നത് എന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾക്കു നേരെ താലി ഊരാൻ എന്ന പോലെ കൈകൾ ഉയർത്തുന്ന കാർത്തിയെ കണ്ടതും എല്ലാവരിലും അമർഷം നിറഞ്ഞു. തന്റെ മകന് ഇത്ര മനുഷ്യത്വം പോലും ഇല്ലാതായി, മനസ്സ് മരവിച്ചു പോയോ എന്നുപോലും ഉമ ചിന്തിച്ചു പോയി. എന്നാൽ നിറഞ്ഞ കണ്ണുകളോടെ തനിക്ക് നേരെ കൈകൂപ്പി നിൽക്കുന്നവളെ കണ്ടതും ഇനിയും ആ കാഴ്ച കാണാൻ സാധിക്കാതെ കാർത്തി അവളിൽ നിന്നും തന്റെ മുഖം തിരിച്ചു. പിന്നെ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. സ്ഥായിയായ ഭാവത്തോടെ അവൻ തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നവരെയും നോക്കി. ബാക്കിയുള്ളവരെയും ചിലരുടെ ഭാവം ദേഷ്യമാണെന്ന് കണ്ടതും അവനിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു വന്നു. അപ്പോ നിങ്ങൾ പറയുന്നത് ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയും സിന്ദൂരവും ഞാനായി തന്നെ അവസാനിപ്പിക്കണം എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അവർക്കൊക്കെ നേരെ കൈകെട്ടി നിന്നുകൊണ്ട് കാർത്തി ചോദിച്ചതും ശങ്കരനാരായണന്റെ കണ്ണുകൾ തിളങ്ങി. താൻ പറയുന്നത് തന്റെ കൊച്ചുമകൻ അനുസരിക്കാൻ പോകുന്നു എന്നുള്ള അഹംഭാവവും അഹങ്കാരത്തോടെയും അയാൾ മറ്റുള്ളവരെ നോക്കി. അതേ അഹങ്കാരത്തോടെ അയാൾ കാലുമേൽ കാൽ കയറ്റി വെച്ചിരുന്നു, ആ കാഴ്ച കാണാൻ എന്ന പോലെ. അതേ മോനെ, വെറും ഒരു വേലക്കാരിയെ നമുക്കെന്തിനാ? ഇപ്പോ അവളുടെ വാക്ക് കേട്ട് ആ താലി അഴിക്കാതെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ ഏതവന്റെയെങ്കിലും കൊച്ചിനെയും കൊണ്ട് വന്ന് ഇത് നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നീ അംഗീകരിച്ചിട്ടില്ലാത്ത ബന്ധം പിന്നെ എന്തിനാ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? മോനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ചിരിയോടെ വൈദേഹി പറഞ്ഞതും ശ്രീ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപമാന ഭാരത്താൽ അവളുടെ തല വീണ്ടും വീണ്ടും കുനിഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങളോടല്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ തറവാടിന്റെ കാർന്നോരായ ശങ്കരനാരായണൻ എന്ന വ്യക്തിയോടാണ്. അതുകൊണ്ട് എനിക്കുള്ള ഉത്തരം അദ്ദേഹം തന്നെ പറയട്ടെ. ഉറച്ച ശബ്ദത്തിൽ കാർത്തി പറഞ്ഞതും ശങ്കരനാരായണനിൽ ഞെട്ടലും ചമ്മലും നിറഞ്ഞു. വൈദേഹിയിൽ അതിനേക്കാളേറെ ചമ്മലും. അവന്റെ ആ സംസാരം കേട്ടതും ശങ്കരനാരായണന്റെ മുഖത്ത് തെളിഞ്ഞ അതേ അമ്പരപ്പ് തന്നെയായിരുന്നു മറ്റുള്ളവരിലും നിറഞ്ഞു നിന്നിരുന്നത്. ഗായത്രിയെ വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആ നാളുകളിൽ പോലും കാർത്തി ഇത്രയേറെ ശബ്ദത്തിലും കൂസലില്ലായ്മയിലും ആരോടും ഈ തറവാട്ടിൽ സംസാരിച്ചിട്ടില്ല എന്ന് എല്ലാവരും ഓർത്തു. അതും അവനൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവൻ ഇത്രയധികം ദേഷ്യപ്പെടുന്നതുമായിരുന്നു എല്ലാവരിലും നിറഞ്ഞ ആ അമ്പരപ്പിന് കാരണം. ഈ നിൽക്കുന്നവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാണ് കിടക്കുന്നത് എങ്കിൽ അവൾ എങ്ങനെ ഈ തറവാട്ടിലെ വാലിക്കാരിയാകും? തനിക്ക് അടുത്തുനിന്ന് വിറയ്ക്കുന്ന കുഞ്ഞു ശരീരത്തിനെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ട് കാർത്തി ചോദിച്ചതും എല്ലാവരുടെയും ഞെട്ടൽ പൂർണ്ണമായിരുന്നു. എന്തായാലും കൊള്ളാം. കോവിലകത്തിൽ തറവാട്ടിലുള്ളവരുടെ കണ്ണിൽ ചോരയൊക്കെ നഷ്ടമായി എന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇത്രനാളും ഞാൻ സ്വയം കണ്ണടച്ചിരുട്ടാക്കുകയായിരുന്നു. ഇനി അതിന് പറ്റില്ലല്ലോ. എന്റെ ഭാര്യ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ കൺമുന്നിൽ കാണുമ്പോൾ മിണ്ടാതിരുന്നാൽ ഞാൻ വെറും ഒരു പോങ്ങനായി പോകില്ലേ? ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവന്റെ ഭാര്യ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ തകർത്തു കളഞ്ഞത് സിദ്ധാർത്ഥിനെയായിരുന്നു. അവന്റെ കണ്ണുകൾ കാർത്തിയുടെ നെഞ്ചോരം ചേർന്ന് വിറച്ചു നിൽക്കുന്നവളിലേക്ക് പാഞ്ഞു. ശരി,
പക്ഷേ ഇവളെന്റെ ഭാര്യ അല്ലെങ്കിൽ കൂടി ഒരു വേലക്കാരിയെ കൊണ്ട് നിങ്ങൾ ഇതിനും മാത്രം പണി ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരാളെ കൊണ്ട് മാത്രം തറവാട്ടിലെ പണി മൊത്തം ചെയ്യിക്കുന്നത് ന്യായമാണോ? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇഷ്ടക്കേടോടു കൂടിയാണ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നും ഈ ബന്ധം ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നും നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞിരുന്നോ എനിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്ന്? എന്തായാലും കൊള്ളാം, കോവിലകത്തിൽ തറവാട്ടിലെ മൂത്ത കൊച്ചുമകന്റെ ഭാര്യ വേലക്കാരിയെ പോലെ ഈ തറവാട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. അതും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജോലി. നല്ല രസം തന്നെ. അവന്റെ തുറന്നടിച്ച സംസാരത്തിൽ എല്ലാവരും വിളറി വെളുത്തു നിന്നുപോയി. അല്ല, കുറച്ചു മുന്നേ നിങ്ങൾ പറഞ്ഞല്ലോ തിന്നാൽ മാത്രം പോരാ ജോലി എടുക്കണമെന്ന്. ഈ പെണ്ണ് ഈ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, കൊടുത്തിട്ടുണ്ടോ? അതെങ്ങനെയാ? കാർത്തികേയൻ താലി കെട്ടിയ അന്നു മുതൽ ഇവൾക്കിവിടെ പലതിനും വിലക്കാണെന്ന് അറിയാൻ ഞാൻ താമസിച്ചു പോയി. എന്റെ താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്റെ ഭാര്യയോട് ഈ തറവാട്ടിലുള്ളവർ എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കൂടി ചിന്തിക്കേണ്ടതായിരുന്നു. അതെന്റെ ഭാഗത്തെ തെറ്റ്. പക്ഷെ ഇനി മുതൽ ഇവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ നല്ലതിനായിരിക്കില്ല. കാർത്തികേയന്റെ ഭാര്യ എന്ന നിലയിൽ ഈ തറവാട്ടിലെ ബാല്യക്കാരിയല്ല ഇവൾ. അതുകൂടി എല്ലാവരും മനസ്സിൽ വെച്ചോ. മോനെ, നീ ഇങ്ങനെ മിണ്ടരുത്. നിങ്ങൾ ഞാൻ കെട്ടിയ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അഴിക്കാൻ പറയാൻ നിങ്ങൾ ആരാ? വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ വൈദേഹിയെ നോക്കി അലർച്ചയോടെ അവൻ ചോദിച്ചതും അവരുടെ നാവിറങ്ങിപ്പോയിരുന്നു. അത് മോനെ, ഞാൻ നിനക്കിഷ്ടമല്ലെങ്കിലോ എന്നു കരുതി. പിന്നെ ഒരു ബാല്യക്കാരി, ഞാൻ പറഞ്ഞു മിണ്ടരുത് എന്ന്. ഇനി ഇവിടെയുള്ള ആരുടെയെങ്കിലും വായിൽ നിന്ന് ബാല്യക്കാരി എന്നൊരു വാക്ക് ഇവൾക്കു നേരെ വീണു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്റെ ഭാവം ഇതായിരിക്കില്ല. കാർത്തികേയന്റെ പല ഭാവങ്ങളും ഇവിടെയുള്ളവർ കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും പരിചയപ്പെടുത്തി തരേണ്ടതില്ലല്ലോ, അല്ലേ? കാർത്തി, നീ ആരോടാ ഈ ഒച്ചയുയർത്തി സംസാരിക്കുന്നത് എന്നറിയാമോ? മതി, നിർത്ത്. ഈ ശങ്കരനാരായണന്റെ വാക്കാണ് ഇവിടുത്തെ അവസാന വാക്ക്. ആര് പറഞ്ഞു ഈ ശങ്കരനാരായണന്റെ വാക്കാണ് അവസാന വാക്ക് എന്ന്? അല്പമെങ്കിലും കണ്ണിച്ചോര നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ബഹുമാനവും ആദരവും ഞാൻ നൽകിയേനെ. പക്ഷേ പണത്തിന്റെയും പ്രതാപത്തിന്റെയും അഭിമാനത്തിനും മുകളിൽ കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് അത് തരാൻ ഈ കാർത്തികേയൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ കാരണം പലതും എന്നിൽ നിന്നും എനിക്ക് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ മിണ്ടാതെ നിന്നിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷേ വീണ്ടും എന്റെ ജീവിതത്തിൽ നിന്നും ഇവിടെയുള്ളവർ കൈകടത്താൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ ആർക്കും നല്ലതിനായിരിക്കില്ല. മോനെ, ഇവളെപ്പോലൊരു പെണ്ണ്. വൈകാമി അവന് നേരെ വന്നതും അവന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ അവർ തറഞ്ഞു നിന്നു പോയിരുന്നു. ഇവളെപ്പോലൊരു പെണ്ണ് എന്ന് പറയാൻ നിങ്ങൾ ഇവളിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൂടെ തെറ്റായ രീതിയിൽ ഇവളെ കണ്ടിട്ടുണ്ടോ? അതല്ല മറ്റെന്തെങ്കിലും കുറവുണ്ടോ ഇവൾക്ക്? പിന്നെ നിങ്ങൾ പറയുന്ന ആ ഒരു കുറവ് ഈ വീട്ടിലെ അടിച്ചുതളിക്കാരിയാണ് ഇവൾ എന്നുള്ളതല്ലേ? അത് ഞാനങ്ങ് സഹിച്ചു. ഞാൻ വിവാഹം കഴിച്ച അന്ന് മുതൽ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഇവൾ. എനിക്കൊപ്പം തന്നെ അവകാശമുള്ളവൾ. ഇവൾക്ക് അവകാശവും അംഗീകാരവും ലഭിക്കാത്ത അന്ന് ഈ പടി ഞാൻ ഇറങ്ങും, എന്റെ ഭാര്യയുമായി. കാർത്തികേയൻ ജീവിക്കുന്നത് കോവിലകത്തിൽ തറവാട്ടുകാരുടെ പണത്തിലും പ്രമാണിത്വത്തിലും അല്ല എന്ന് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ വരണ്ട. തന്നോട് ചേർന്നിരിക്കുന്ന ആ കുഞ്ഞു ശരീരവും വല്ലാതെ വിറയ്ക്കുകയാണ്, ഒപ്പം തളരുകയും ചെയ്യുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളിൽ മുറുകിയിരുന്ന അവന്റെ കൈകൾ കൂടുതൽ ബലത്തിൽ അവളെ തന്നോട് ചേർത്തു. ഒരുപക്ഷെ അവൾ വീണു പോകുമോ എന്നുള്ള പേടിയിലായിരുന്നു അത്. ഇവിടെ നടക്കുന്നതോ അവൻ പറയുന്നതോ ഒന്നും ശ്രീ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ബഹളവും വഴക്കും ഒക്കെ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ജാനു, ആരെയും വകവയ്ക്കാതെയുള്ള ഉറക്കെയുള്ള അവന്റെ അലർച്ച കേട്ടതും അത്ര നേരം ഉണ്ടായിരുന്ന ഞെട്ടലിനൊപ്പം എല്ലാവരിലും അമ്പരപ്പ് നിറഞ്ഞു. അവനെന്തിനാ അവരെ വിളിക്കുന്നത് എന്നോർത്ത്. ജാനു! ആ നിമിഷം തന്നെ പേടിയോടെ ജാനു അങ്ങോട്ട് വന്നു. കാർത്തിയുടെ കൈകൾക്കുള്ളിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒപ്പം അവന്റെ നോട്ടത്തിൽ നിറഞ്ഞ പേടിയും. നിങ്ങൾ ഈ തറവാട്ടിലെ ആരാ? അതായത് ഇവിടുത്തെ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന്? അത് പിന്നെ ബാല്യക്കാരി. ഇവളുടെ സ്ഥാനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് കേട്ടതും അവർ പകച്ചു. പറയാൻ കുഞ്ഞിന്റെ ബാക്കി പറയാൻ അവർ പേടി കൊണ്ട് വിറച്ചു. കണ്ണുകൾ വൈഗാമിയിലേക്ക് നീങ്ങി. നിങ്ങളോട് ചോദിച്ചത് ഞാനാ, അപ്പോൾ അതിനുള്ള ഉത്തരം പറയേണ്ടതും നോക്കേണ്ടതും എന്നെയാണ്. അത് പിന്നെ കുഞ്ഞിന്റെ ഭാര്യ. ഓ, അപ്പോ അത് നിങ്ങൾക്കറിയാം. കോവിലകത്തിൽ തറവാട്ടിലെ മൂത്ത കൊച്ചുമകന്റെ ഭാര്യ. നിങ്ങളെ കൊച്ചമ്മ എന്നാണല്ലോ വിളിക്കുന്നത്. അതിനു മാത്രം വലിയ സ്ഥാനമാണോ നിങ്ങൾക്കുള്ളത്?
അതവൻ എങ്ങനെ കേട്ടു എന്നുള്ള ഞെട്ടൽ അവരിലും മറ്റുള്ളവരിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറെ നേരമായി അമ്പരപ്പോടെയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് കൊണ്ട് തന്നെ അതാരും കാര്യമാക്കി എടുത്തില്ല. ജാനുവിന്റെ മറുപടി എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവരെ തന്നെ ഉറ്റുനോക്കി നിന്നു തറവാട്ടിലുള്ള മറ്റുള്ളവരും. അത് പിന്നെ വൈഗാമി കൊച്ചമ്മ പറഞ്ഞതുകൊണ്ട്, തല കുനിച്ചുകൊണ്ട് അവർ പറഞ്ഞതും വൈഗാമിയുടെ മുഖം വിളറി വെളുത്തു. തുടരും. പ്രാണനായുടെ അടുത്തൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം നില.